ഇപ്പോൾ തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ച് ഇവിടുത്തെ ആർക്കിയോളജി, അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, പെസോയിലെ തന്നെ കെമിക്കൽ അനലിസ്റ്റ്, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മിനിസ്ട്രി ഓഫ് കൊമേഴ്സിൻ്റെ ഡെപ്യൂട്ടി സെക്രട്ടറി, എല്ലാവരും ഇവിടെ ഇന്നലത്തെ എല്ലാ ഡെലിബറേഷൻസും തുടങ്ങി ഇന്നത്തെയും ഇനി നടക്കാൻ പോകുന്ന അതുമായി ബന്ധപ്പെട്ട് ഒരു ഇൻഡയറക്റ്റ് ബന്ധമുള്ള ഓയിൽ കമ്പനികളെ, ടൂറിസത്തിൻ്റെ പാർട്ടേക്കേഴ്സിനെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെ എല്ലാം വിശാലമായ ഇന്ന് നടന്ന പൂരവുമായി ബന്ധപ്പെട്ട് നടന്ന എല്ലാ നിർദ്ദേശങ്ങളും അടങ്ങിയ, ആവശ്യങ്ങളും അടങ്ങിയ അവകാശ സ്ഥാപനത്തിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകിയതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായ ഒരു അവലോകനം എന്ന് പറയുന്നത് ഇനി മുന്നോട്ടുള്ള അനേകം ചർച്ചകളിലൂടെയായിരിക്കും. പക്ഷേ കാലേക്കൂട്ടി ഉള്ള നിശ്ചയങ്ങളും പിന്നെ അതിൻ്റെ ലംഘനങ്ങൾ നടത്തുന്നുണ്ടോ എന്നുള്ളത് മാത്രം നടത്താനുള്ള ഉദ്യോഗസ്ഥരുടെയും അഡ്മിനിസ്ട്രേഷൻ്റെയും ടെക്നിക്കൽ എക്സ്പേർട്സിൻ്റെയും ഇടപെടൽ എന്ന് പറയുന്നത് വിഘാതമോ കാലതാമസമോ പൂരത്തിൻ്റെ ആരാധനാക്രമത്തിനായാലും ശരി തന്നെ ആനന്ദകരമായ, സന്തോഷകരമായ ഒരു പൂര ആസ്വാദനത്തിനും വിഘാതം സൃഷ്ടിക്കാത്ത രീതിയിലുള്ള, എല്ലാവരെയും ജനങ്ങളെ സന്തോഷിപ്പിച്ച് ഒരു പൂരം അവതരിപ്പിക്കാൻ സാധിക്കുക. ഇനി അങ്ങോട്ടുള്ള പൂരങ്ങളെല്ലാം അങ്ങനെ ആവണം. അതിൽ നിന്ന് നമുക്ക് പൂരത്തിൻ്റെ നടത്തിപ്പിലെ വളർച്ചയിലേക്ക് നയിക്കുന്ന ഒരു തീരുമാനം ജനുവരി മാസമെങ്കിലും നമുക്ക് ജനങ്ങളെ അറിയിക്കാൻ സാധിക്കുന്ന തരത്തിൽ നവ രീതികൾ അവലംബിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നതിന് ആ തീരുമാനം അറിയിക്കുന്നത് കോടതിയുടെ അനുവാദപ്രകാരം, അനുവാദത്തോടുകൂടി, ആശീർവാദത്തോടുകൂടി അത് സെൻട്രൽ, അതിനകത്ത് സ്റ്റേറ്റിൻ്റെ കമ്പോണൻസും കൂടി അംഗീകരിക്കുന്ന, അവർക്ക് സാധിച്ചു കൊടുക്കുവാൻ കഴിയുന്ന പാരാമീറ്റേഴ്സ് എന്താണ് എന്നുകൂടി പരിശോധിച്ചിട്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര കോമേഴ്സ് മിനിസ്ട്രിയിൽ നിന്ന് അതിനുള്ള ഒരു ഫൈനൽ രൂപം പ്രഖ്യാപിക്കപ്പെടും എന്ന് മാത്രമാണ് എനിക്കിപ്പോൾ പറയാൻ സാധിക്കുക. അല്ല, ആ ചർച്ചയുടെ ഇപ്പം എല്ലാവരും ഇതുമായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാരെല്ലാം, കാരണം ആവശ്യങ്ങളുടെ ആഘാതം എന്ന് പറയുന്നത് അതിനകത്ത് അനുവദനീയമായത് എത്ര എന്നൊന്നും നമുക്കിവിടെ ചർച്ച ചെയ്യാനൊക്കത്തില്ല. ചില നിർദ്ദേശങ്ങൾ അങ്ങോട്ട്, ചില പോംവഴികൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഇതെല്ലാം കോടതി അംഗീകരിക്കാൻ സാധ്യതയുള്ളതാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. പക്ഷേ നമുക്ക് ഉന്നയിക്കാൻ സാധിക്കുന്ന ആവശ്യങ്ങൾ, അവകാശങ്ങൾ, അത് ജനങ്ങളുടെ പക്ഷത്തുള്ള ആവശ്യങ്ങളും അവകാശങ്ങളുമാണ്. അത് നമുക്ക് നിഷേധിക്കാനൊക്കത്തില്ല. പക്ഷേ നിയമപരമായ സാധ്യതകൾ നമുക്ക് നിഷേധിക്കാനും ഒക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ചർച്ചകൾ നടന്നതിൻ്റെ വിശദീകരണം നമുക്ക് പറയാനായിട്ടില്ല. ഇതിൻ്റെ ഒരു വേദന ഈ വർഷത്തെ പൂരം നടത്തിപ്പിൽ ഞാനും കൂടി അറിഞ്ഞതാണ്. അത് പരിഹരിക്കാൻ വേണ്ടി വന്നപ്പോൾ നേരിട്ട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ആരും കണ്ടില്ല. അപ്പോൾ ഇതിനി വിട്ടുകൊടുക്കാൻ സാധിക്കില്ല. ഇത് കോടതി പറയാത്ത, കോടതി നിർദ്ദേശിക്കാത്ത, കോടതിയുടെ അറിവിലില്ലാത്ത ചില എക്സസീവ് എക്സസൈസ് ഓഫ് അൺലിമിറ്റഡ് പവർ വാസ് അറ്റ് ഡിസ്പ്ലേ വിച്ച് പെയിൻഡ് മീ. ജനങ്ങളെ അത് വേദനിപ്പിച്ചു. അതുകൊണ്ടാണ് എനിക്കത് വേദനയായിട്ട് എനിക്കും സ്വീകരിക്കേണ്ടി വന്നത്. ആ വേദനയ്ക്കൊരു പരിഹാരം കാണും. എന്ത് നിങ്ങളവിടെ എത്ര പണം ചിലവാക്കി ചെയ്താലും അത് ജനങ്ങളുടെ ആസ്വാദനത്തിനും ആനന്ദത്തിനും വേണ്ടിയാണ്. എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്.